നിങ്ങളൊരു നല്ല ആളായിരിക്കും, കൈൻഡ് ആയിരിക്കും, കെയറിങ് ആവും, ജെനുവിൻ ആവും. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ് നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്നതും ഹേർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്വയം ഒരു വിലയില്ലാത്ത പോലെ തോന്നിപ്പിക്കുന്നത് പോലെയൊക്കെ ഉള്ളതായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ നല്ല സ്വഭാവമുള്ള ആളുകൾ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് പെട്ടുപോകുന്നത്? അതിനൊരു സൈക്കോളജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രാപ്പിൽ പോയിട്ട് പെടുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും, ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. നമ്പർ 1, ഗുഡ് പീപ്പിൾ അട്രാക്ട് മാനിപ്പുലേറ്റേഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്തായിരിക്കും അവരുടെ പാർട്ട്ണറിൽ നോക്കുക? എമ്പതി ഉണ്ടായിരിക്കണം, നല്ല പേഷ്യൻസ് വേണം, എന്തൊക്കെ ചെയ്താലും നമ്മളോട് ക്ഷമിക്കുന്നവരായിരിക്കണം. ഈ ക്വാളിറ്റീസൊക്കെ തന്നെയാണ് നല്ല ആളുകളിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. തനിക്ക് കുറേ ചാൻസുകൾ തരികയും എല്ലാം പെട്ടെന്ന് മറക്കുകയും പൊറുക്കുകയും ചെയ്യുകയും ആൻഡ് സ്വയം പെട്ടെന്ന് ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും മാനിപ്പുലേറ്റേഴ്സ് കൂടുതൽ തപ്പി നടക്കുക. അപ്പോഴേ അവർക്ക് കാര്യങ്ങൾ ഈസി ആവുള്ളൂ. ഈ പറഞ്ഞ നല്ല ക്വാളിറ്റീസൊക്കെ ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അതൊരു മോശം ആളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരത് മുതലെടുക്കാൻ മാത്രമേ നോക്കുള്ളൂ. നമ്പർ 2, ഗുഡ് പീപ്പിൾ ഇഗ്നോർ റെഡ് ഫ്ലാഗ്സ് ബിക്കോസ് ദേ സീ ദ ബെസ്റ്റ് ഇൻ അതേഴ്സ്. ഒരാൾ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് കമ്പാഷൻ ആയിരിക്കും. പാവം, അയാളുടെ പാസ്റ്റിൽ കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. ആരെങ്കിലും ഒന്ന് അയാളെ സഹായിച്ചാൽ ചിലപ്പോൾ അയാളൊരു നല്ല പേഴ്സണായിട്ട് മാറും. എന്നാൽ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്താലോ? ഇങ്ങനെയാവും നല്ല ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ. അതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരാൾക്ക് നന്നാവണം അല്ലെങ്കിൽ മാറണം എന്നുണ്ടെങ്കിൽ അതാദ്യം തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയാണ്, അല്ലാതെ നിങ്ങളല്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അയാൾ അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും വർക്കാവില്ല. നമ്പർ 3, ഗുഡ് പീപ്പിൾ ഓഫൺ ഹാവ് അൺഹീൽഡ് വോൺസ് ഓഫ് ദെയർ ഓൺ. ഇത് കേൾക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ബട്ട് എന്നാലും പറയാം, ഒരു മോശം റിലേഷൻഷിപ്പിൽ പോയിട്ട് ചാടിക്കൊടുക്കുന്ന കുറേ നല്ല ആളുകളുടെ ഉള്ളിൽ ഇതുവരെ ഹീലാവാത്ത എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടായിരിക്കും. മേ ബി നിങ്ങൾ വളർന്നു വന്ന ഫാമിലി വളരെ കണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നവരായിരുന്നിരിക്കാം. നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ നിങ്ങളത് ഏൺ ചെയ്യണം എന്നുള്ള ഒരു എൻവയോൺമെൻറ്റിലായിരിക്കും വളർന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും കാണുന്ന റിലേഷൻഷിപ്സ് ഇതുപോലെ ഫുള്ള് അടിയും പിടിയും ഉള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ റിലേഷൻഷിപ്സും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന്. സൈക്കോളജി ഇതിനെ റിപ്പിറ്റേഷൻ കമ്പൽഷൻ എന്നാണ് പറയാം. പെയിൻഫുൾ ആണെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ഫെമിലിയർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സ് ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണിത്. ഫെമിലിയർ ആണോ, പരിചയമുള്ളതാണോ, എന്നാൽ അത് സേഫാണ് എന്ന്. ബട്ട് അത് ശരിക്കും സേഫ് ആയിരിക്കണം എന്നില്ല, ശരിയായിരിക്കണം എന്നുമില്ല. നമ്പർ 4, ഗുഡ് പീപ്പിൾ കൺഫ്യൂസ് ഇൻറ്റൻസിറ്റി വിത്ത് ലവ്. ഹെൽത്തി ലവ് കാമായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും ആൻഡ് സ്റ്റഡി ആയിരിക്കും. പക്ഷേ നമ്മളിൽ പലരും വിചാരിക്കുന്നത് ലവ് ഒരു റോളർ കോസ്റ്റർ പോലെ ആയിരിക്കണം എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ബട്ട് എന്ന് വെച്ച് ഒരിക്കലും അടിപിടി ഒന്നും ഉണ്ടാവില്ല, ദേഷ്യം വരില്ല, ഫുൾ പെർഫെക്റ്റ് ആയിരിക്കും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാവും, ബട്ട് അതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ ദെൻ അത് ടോക്സിക് ആയിട്ട് മാറും. റിയൽ ലവ് എപ്പോഴും നിങ്ങളെ ആൻഷ്യസ് ആക്കി നിർത്തുകയോ ഭയങ്കര കൺട്രോളിങ് ആവുകയോ ഭയങ്കര പേടിപ്പെടുത്തുന്നതോ ഒന്നും ആയിരിക്കില്ല. റിയൽ ലവിൽ നിങ്ങൾ ചുരുങ്ങുകയല്ല ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുകയാണ്, ഗ്രോ ചെയ്യുകയാണ് വേണ്ടത്. അതാണ് റിയൽ ലവ്. ഓക്കെ, സോ നിങ്ങൾക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റത്തെ കാര്യം, നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ ഒരു ഓഡിറ്റ് നടത്തുക. നിങ്ങൾക്ക് ഇതിനു മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ മേ ബി ചില വാർണിംഗ് സൈൻസ് തന്നതായിരിക്കും. നെക്സ്റ്റ്, നിങ്ങളുടെ സെൽഫ് വർത്ത് തീരുമാനിക്കുന്നത് ഇൻഡിപെൻഡൻ്റ്ലി ആണ്, അല്ലാതെ റിലേഷൻഷിപ്പ് വെച്ചിട്ടല്ല. ഫസ്റ്റ് നിങ്ങളെ വാല്യൂ ചെയ്യാനായിട്ട് പഠിക്കുക, നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് സ്നേഹം കൊടുക്കുക. ഓക്കെ, ആൻഡ് ഫൈനലി നിങ്ങളുടെ മനസ്സിൽ ഹീലാവാതെ കിടക്കുന്ന എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അതാദ്യം ഹെൽത്തി ആയിട്ട് ഹീൽ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഈ ഇൻഫെക്ഷൻസ് പോലെയാണ്, ഒരു ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിലൂടെ കയറി വരും. സോ നിങ്ങളാദ്യം സ്വയം ഹീൽ ചെയ്യാം. ആൻഡ് എനിക്കറിയാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപടി ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ചിലയിടത്തൊക്കെ മാറ്റം വരും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ഇപ്പോൾ ഇൻഫെക്ഷൻ വരുന്ന പോലെ എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ ഒരു പ്യൂരിഫയർ ആയിട്ടായിരിക്കാം ആൾ വരിക. ആൻഡ് സർവമായിൽ പറയുന്ന പോലെ ചില സമയത്ത് നമുക്ക് ആളുകളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, സിറ്റുവേഷൻസിനെ ബ്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓവറോൾ നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ യുക്തി വെച്ചിട്ടാണ് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. ഞാനീ പറഞ്ഞതൊക്കെ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, ഒരു കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ലൊരു ഹാർട്ട് ഉള്ളതുകൊണ്ട് മാത്രം കാര്യമല്ല, നല്ലൊരു കണ്ണുകൂടി വേണം. നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ ശരിക്കും ഡിസേർവ് ചെയ്യുന്നവർക്ക് നിങ്ങൾ കൊടുക്കുക. ആൻഡ് എബവ് ഓൾ, ലവ് യുവർ സെൽഫ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീഡിയോകളൊക്കെ വ്യൂസ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ.
ഹാവ് എ ഗ്രേറ്റ് ഡേ.